ഹായ്, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിലേ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഒരു 40 വയസ്സിന് മേളിലോട്ടുള്ളവർക്കാണ് ഇത് ഏറ്റവും അധികം സന്തോഷമായിട്ടിരിക്കുന്നത്. കാരണം ഒരു 30, 35, 38 വയസ്സുള്ളവരൊക്കെ നമ്മുടെ ശരീരം എപ്പോഴും മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഒന്നെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകും, അല്ല നമ്മൾ തന്നെയാണെങ്കിലും വീട്ടിലാണെങ്കിലും ചെറിയ ടിപ്പൊക്കെ നമ്മൾ തന്നെ സ്വയം ചെയ്യും. പുറത്തോട്ടിറങ്ങുമ്പോഴൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒരുങ്ങിയൊക്കെ ഇറങ്ങിപ്പോകും അല്ലേ. പക്ഷെ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേനും വീട്ടിൻ്റെ പ്രാരാബ്ദം, കുട്ടികളുടെ പഠിപ്പ്, അല്ലെ വിവാഹ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കരുതൽ, നമ്മുടെ കാര്യമാണല്ലോ മാറ്റി വയ്ക്കാനുള്ളതെന്ന് വിചാരിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം പെൻഡിങ്ങിലോട്ട് വയ്ക്കും. നമ്മുടെ ശരീരത്തിൻ്റെ മാറ്റങ്ങൾ നമ്മൾ പോലും ശ്രദ്ധിക്കത്തില്ല. കാരണം നമ്മുടെ കുടുംബത്തുള്ളവർ ശ്രദ്ധിച്ചിട്ട് അത് അങ്ങനെ ചെയ്യല്ല, ഇങ്ങനെ ചെയ്യല്ല, ഇത് ശരീരം ഇങ്ങനെ ചുളിവ് വീണു, പ്രായമായി തുടങ്ങിയെന്നൊന്നും നമ്മളോട് ആരും ഓർപ്പിക്കത്തുമില്ല. കാരണം നമ്മളിങ്ങനെ വണ്ടിക്കാളെ കൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് കാശ് മുടക്കൊന്നും ഇല്ലാത്ത ഒരു ടിപ്പങ്ങ് ചെയ്ത് നോക്കിയാലോ. അതായത് ഇപ്പോൾ ഏകദേശം ഇതുണ്ടോ, ഇന്നിപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നത് ഒരിത്തിരി എന്ന് വെച്ചാൽ ഒരിത്തിരി പൗഡർ ഇട്ടിട്ടുണ്ട്, ഒരു പൊട്ട് കുത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ എന്നും ഉള്ളത് തന്നെ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ സമയങ്ങളൊന്നുമില്ല. അറിയാലോ എല്ലാവർക്കും, അമ്മച്ചിക്ക് സുഖമില്ലാതിരിക്കുന്നു, വീട്ടിൽ ഒരുപാട് പണിയും കാര്യങ്ങളും തിരക്കും ഒക്കെ ഉള്ളപ്പം എനിക്ക് ചിലപ്പോൾ എൻ്റെ കാര്യം നോക്കാൻ സമയമില്ല. ഉറപ്പാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് തല്ലിപ്പടിച്ച് കുളിച്ച് കയറണേ അന്നന്ന്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നേരത്തെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യവും പറയാം. ഇപ്പം എൻ്റെ താത്തൂന് ചെയ്തൊരു കാര്യവും പറയാം. താത്തു കൊച്ചാകട്ടോ, പക്ഷേങ്കിൽ താത്തു തൈറോയ്ഡ് ഉണ്ടായിരുന്നു. തൈറോയ്ഡിന് മരുന്ന് കൊടുത്ത് എന്ന് വെച്ചാൽ ഒറ്റമൂലി കൊടുത്ത് മാറിയ കാര്യമൊക്കെ നിങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം താത്തുവിന് മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല. തൈറോയ്ഡിൻ്റെ 50 mg ഗുളിക കൊടുത്തുകൊണ്ടിരുന്നതെന്നും പറഞ്ഞു. ഇപ്പം ഓരോ 3 മാസമായിട്ട് താത്തു ഗുളികയെ കഴിക്കുന്നില്ല. തൈറോയ്ഡ് എൻ്റെ താത്തുവിനെ വിട്ടോടി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ തൈറോയ്ഡിൻ്റെ ഗുളിക കഴിച്ചാലേ അതായത് പ്രായഭേദമന്യേ ആര് ഗുളിക കഴിച്ചാലും നമ്മൾ എത്ര വെളുത്ത് ചുമന്നിരിക്കുന്നവർക്കാണേലും ശരീരത്തിന് കറവൽ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ അടി കറക്കും, മുഖത്തിനൊക്കെ കളർ മാറ്റം വരും, കയ്യും കാലും എല്ലാം മൊത്തം ശരീരം ഉൾപ്പെടെ നമുക്കൊരു കറുപ്പ് വ്യാപിക്കും. ആ സ്വാഭാവിക വെളുപ്പമായിട്ട് താത്തു നല്ല കളറായിരുന്നു. പക്ഷേങ്കിൽ ഈ തൈറോയ്ഡ് ഗുളിക കഴിക്കാൻ തുടങ്ങിയ പിന്നെ കൊച്ചിൻ്റെ കളറൊക്കെ അങ്ങ് മങ്ങിപ്പോയായിരുന്നു. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തൈറോയ്ഡിൻ്റെ ഗുളിക ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് നിർത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ താത്തുവിന് ചെയ്ത ഒരു കാര്യം പറയാം. വേറെ ഒന്നുമല്ല, നിങ്ങൾ വേറെ ഒന്നും ഇതിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ട. നമുക്ക് അതായത് ഞങ്ങളൊക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പം ചെയ്യാണ്ട് നമ്മുടെ പ്രായത്തിൻ്റെ ആ ഒരു ശരീരത്തിൻ്റെ ചുളിവും ആ കറവലും മുഖത്തിനൊക്കെ നല്ലൊരു ഗ്ലോയും ഒക്കെ കിട്ടും. എന്താണെന്ന് പറയട്ടെ, മറ്റൊന്നുമല്ല, നമ്മുടെ തലേദിവസത്തെ കഞ്ഞിവെള്ളം, അതായത് തലേദിവസം വെക്കുന്ന കഞ്ഞിവെള്ളം, അതായത് രാവിലെ ആണെങ്കിലും കഞ്ഞി വരുന്ന ഒരു പാത്രത്തിലെടുത്ത് വെച്ചോളുക. എന്നിട്ട് വൈകിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പുറമേലത്തെ തെളി അങ്ങ് ശരിക്കും അങ്ങോട്ട് ഊറ്റിക്കളഞ്ഞിട്ട് ബാക്കിത്തേത് ഇങ്ങനെ അങ്ങ് വെച്ചാൽ, ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ കൊഴുപ്പ് കൊള്ളാൻ നേരം വെളുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അലുവ തുണ്ടം പോണൊക്കെ ഇരിക്കും. ഇത് കാഷണമായിട്ട് അലുവ ഇരിക്കുന്നത് പോണക്ക്. ഇനി അതല്ല, ഇത് ഇച്ചിരി കട്ടിയാകാൻ നിങ്ങൾക്ക് ഇച്ചിരി വെള്ളക്കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് കട്ടിയായി കിട്ടും. പിറ്റേ ദിവസം നിങ്ങൾ കുളിക്കും. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ രാവിലെ തന്നെ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട്, എന്ന് വെച്ചാൽ രാവിലെ ജോലിക്ക് പോകുന്നവർ കുളിക്കൂല, അപ്പോൾ ആ സമയത്തൊരു 10 മിനിറ്റ് നിങ്ങൾ നേരത്തെ ഏറ്റാൽ മാത്രം മതി. പിന്നെ സെക്കൻഡ് സാറ്റർഡേയും ഞായറും ഒക്കെ നിങ്ങൾക്ക് അവധി കിട്ടുന്ന ഒരു സമയത്ത് നിങ്ങൾ പകലിത് നന്നായിട്ട് ചെയ്തോളാം. ഈ അലുവാത്തുണ്ടം ബോണക്കിരയ്ക്ക് നീതിലോട്ട് മറ്റൊന്നും ചെയ്യരുത്. 1 സ്പൂൺ ഉപ്പിടുക. നിങ്ങൾ ശരീരം മുഴുവനും ഇത് തേക്കുന്നെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഉപ്പിട്ടുകൊള്ളുക. അപ്പം മുഖം മാത്രവും കൈ മാത്രമേ ഉള്ളെങ്കിൽ 1 സ്പൂൺ ഉപ്പിടുക. അതിൻ്റെ അകത്തോട്ട് നിങ്ങൾ അങ്ങാടിയിലോ കടയിലോ ചെന്ന് ഒറിജിനൽ മഞ്ഞൾ മേടിച്ചുകൊണ്ട് വരണം. ഒറിജിനൽ മഞ്ഞൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളിത് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുക്കുക. ഇതിൽ ഏറ്റവും നല്ലത് ഞാൻ പറയാം, പച്ചമഞ്ഞളാകട്ടോ. ഏറ്റവും നല്ലത് പച്ചമഞ്ഞളാണ്. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പച്ചമഞ്ഞളുണ്ടെങ്കിൽ അതൊരു കഷ്ണം എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ആ അരവും മൂർച്ചയൊക്കെ അങ്ങ് അരകല്ലുള്ളവർ അരകല്ലിൽ അരച്ചെടുക്കുക. അല്ലെ നിങ്ങൾക്ക് ഏത് ഇതിലാണോ അരച്ചെടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ചേർക്കുക. അതല്ല, അരച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല, അങ്ങനെ അരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അരച്ചിട്ട് ഇത് തുള്ളി പോലും വെള്ളം ഒഴിക്കരുത്. മഞ്ഞളായിട്ട് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ആ നീര് നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലോട്ട് ഒഴിക്കുക. ഉപ്പും കൂടി ഇട്ടിട്ട് എന്നിട്ട് ശരിക്കും
ശരിക്കും മിക്സ് ചെയ്ത് അടിച്ചെടുക്കണം ശരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ടയായിട്ടിരിക്കുക. അപ്പം നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിരിക്കും ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല, കാരണം അല്ലേ ദേഹത്തോട് വീഴും. അപ്പോൾ ഈ ഉപ്പ് ഒരു സ്ക്രബും കൂടെയാണ്. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ മുഖം മസാജ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെ ചെയ്ത് നിങ്ങൾ മുഖമെല്ലാം മസാജ് ചെയ്ത് കണ്ണിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് നോക്കാം, ബോളയുടെ ഇവിടെ ഈ ഭാഗവും എല്ലാം നമുക്ക് നന്നായിട്ട് ചെയ്യുക. അതുപോലെ കൈയും കാലും മേലും എല്ലാം നിങ്ങൾ ചെയ്തു. ഏറ്റവും നല്ലൊരു സാധനമാണ് ഇത്. നിങ്ങൾക്കറിയാലോ, അല്ലെങ്കിൽ പഴയ കഞ്ഞോളം തലയിൽ തേച്ച് കഴിഞ്ഞാലത്തെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ സാധനം ഇതുണ്ടോ, പഴയ കഞ്ഞോളത്തിൻ്റെ ഗുണം. ഞങ്ങൾക്കൊക്കെ ഒരുപാട് മുടിയുള്ളവരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചിയുടെ മുടി ഇപ്പോഴും ഞാൻ നിങ്ങളെ കഴിഞ്ഞൊരു ദിവസം അമ്മച്ചിയുടെ മുടിയൊന്നും നരച്ചിട്ടില്ല 90-ആം വയസ്സിലെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ ചെയ്തതെന്നൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വലിയ ലോങ് വീഡിയോ അല്ല, ഷോർട്ട് വീഡിയോ ആണ്. ഇപ്പോഴാണേലും നിങ്ങൾക്ക് കയറി കണ്ടു കഴിഞ്ഞാൽ ആ ടിപ്പ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അമ്മച്ചിയുടെ ഒരു മുടി പോലും നരച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഇത് കണ്ടില്ല, ഇപ്പം കൈക്കൊക്കെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ. അപ്പോൾ ഇത് എപ്പോഴും സമയം കിട്ടത്തില്ല, കിട്ടുന്ന സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ ശരീരം ഞാനല്ലേ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് കാശ് മുടക്കൊന്നും ഇല്ലല്ലോ ആർക്കും, നമ്മൾ കാശ് ചിലവാക്കിയെന്നും പറയത്തില്ല. അപ്പം നമ്മൾ തന്നെ നമ്മളെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊരു ഭയങ്കര സൗന്ദര്യവർദ്ധന വസ്തുവാണ് കേട്ടോ. മറ്റെങ്ങും ഒരു കെമിക്കലും ചേരാത്ത, ഒരിടത്തും കിട്ടാത്ത ഒരു സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിട്ട് എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമായിട്ടിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും സൗന്ദര്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യം മാത്രം ചെയ്താൽ മതിയെന്നേ. ഒരു കെമിക്കലും മേടിച്ച് മുഖത്തൂടെ ഒന്നും തേക്കാൻ നിൽക്കണ്ട. ശരിക്കും തേച്ചിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ നിന്നാൽ മതി കേട്ടോ. ശരിക്കും തേച്ചിട്ട് നമ്മൾ കുളിക്കുന്നിടത്ത് തന്നെ, നിങ്ങൾ ബാത്റൂമിൽ കയറി കുളിക്കുന്നിടത്ത് നിന്ന് ശരിക്കും സ്വന്തമായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം നിന്ന്, ആ 10 മിനിറ്റ് നേരം നിൽക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ കൈയും കാലും ഇങ്ങനെ ഇരുന്നിട്ട് തേക്കുക, ശരീരം ഇങ്ങനെ ശരിക്കും വളഞ്ഞ് കാണിക്കുക. നമ്മൾ ആ 10 മിനിറ്റ് നമുക്കുള്ളത് മാറ്റി വെച്ചേക്കുക. ആ 10 മിനിറ്റ് അവിടെ തന്നെ നിങ്ങൾ എക്സസൈസും കൂടെ ചെയ്തു. അപ്പം വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ മസാജ് ചെയ്തിട്ട് കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ താഴേന്ന് മേളിലോട്ട് തൂത്തുവിടുക, താഴേന്ന് മേളിലോട്ട് തൂത്തുവിടുക, ശരിക്കും ഇങ്ങനെ തൂത്തുവിടുക. ഇത് തേച്ചങ്ങ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഈ കണ്ണിക്കൂടെയൊക്കെ ഉണ്ടല്ലോ ഒരു തണുപ്പൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുമോ. എന്നാ ഒരു ഫീലാണെന്നറിയാമോ അത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളിത് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ, ചെയ്യാതിരിക്കാതെ. ഇത് മെയിനായിട്ട് ഒരു 40 വയസ്സ് കഴിഞ്ഞവർ ഒരു നിസ്സാരം, ഞാൻ പറയും, നിങ്ങൾ അടുപ്പിച്ച് ഇത് ഒരു 7 ദിവസം ചെയ്തേച്ചിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. അത്രയ്ക്ക് എഫക്റ്റുള്ള ഒരു സാധനം ഞാൻ ചെയ്യുന്ന ഒരു സംഭവം കൂടെ. അതാണ് ഞാൻ പറഞ്ഞത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ ചെയ്യുന്നത്. ഇതുകൊണ്ടോ ഞങ്ങളുടെയൊക്കെ ഇത് 40 വയസ്സ് 45 വയസ്സൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങളുടെയൊക്കെ ശരീരമൊക്കെ അങ്ങ് ചുളിഞ്ഞും മൊരിഞ്ചും ഒക്കെ ആയെന്നൊക്കെ പറയും. അപ്പം ഞാൻ അവർക്കൊക്കെ കൂടെ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് തൊട്ട് പഴയ കഞ്ഞോളം കളയരുത്. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ ചെയ്തോളുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതിനു മുമ്പ് ഇത് ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ കമൻറ്റ് ചെയ്യേണ്ടവരുണ്ട്. ഇതിങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവം കൂടെ ഒന്ന് ഇട്ടേക്കണം. കാരണം മറ്റുള്ളവർക്കൊന്നും അറിയാൻ പറ്റുള്ളൂ ഇത് ഞാൻ പറഞ്ഞത് ശരിയാണ്. അപ്പം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ.